നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാഹ വാഗ്ദാനം ചെയ്ത യുവതിയെ പീഡിപ്പിച്ച പഴുവിൽ സ്വദേശി അറസ്റ്റിൽ. ബിജെപി തൃശൂർ ജില്ലാ നേതൃത്വ യോഗം തൃപ്രയാറിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടി മഠം തറവാട്ടിലെ തിറവെള്ളാട്ട് മഹോത്സവം ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പഴുവിൽ സ്വദേശി 58 വയസ്സുള്ള മരോട്ടിക്കൽ രാജുവിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ജനുവരി മാസത്തിലാണ് യുവതിയെ ഇയാൾ പീഡിപ്പിച്ചത്. പിന്നീട് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് കേസെടുത്ത പോലീസ് കാഞ്ഞാണിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ അന്തിക്കാട് സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, അരുൺ, പോലീസ് ഉദ്യോഗസ്ഥരായ രതീന്ദ്രൻ, മഹേഷ് എന്നിവരുമുണ്ടായിരുന്നു. ബിജെപി തൃശൂർ ജില്ലാ നേതൃത്വ യോഗം തൃപ്രയാർ ഹോട്ടൽ ഡ്രീംലാൻഡ് മിനി ഹാളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും സാധാരണക്കാർക്കിടയിലേക്ക് എത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും എത്തിക്കാൻ പ്രവർത്തകർ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നേതാക്കന്മാരോട് ആഹ്വാനം ചെയ്തു. സുരേഷ് ഗോപിയുടെ വിവാഹ വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഡൽഹിയിലെ ബിജെപിയുടെ മിന്നും വിജയത്തിൽ പ്രവർത്തകർക്ക് മധുരം നൽകി. മുൻ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ, ജസ്റ്റിൻ ജേക്കബ്, AR ശ്രീകുമാർ, നിവേദിത സുബ്രഹ്മണ്യൻ, KR ഹരി, ജില്ലയിലെ മുഴുവൻ മണ്ഡലത്തിലെയും ഇപ്പോഴത്തെ പ്രസിഡന്റുമാരും മുൻ പ്രസിഡന്റുമാരും പങ്കെടുത്തു. ഫർണിച്ചർ കടയിൽ ട്രസ് പണിക്കുള്ള സാധനങ്ങൾ ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ആക്രമണം നടത്തിയ പ്രതികൾ പിടിയിൽ. നാട്ടിക ആറുകെട്ടി വീട്ടിൽ ഷിബു, തൃപ്രയാർ കളിച്ചത്തിൽ രതീഷ്, വലപ്പാട് ചീരായി ഉണ്ണികൃഷ്ണൻ, നാട്ടിക നമ്പട്ടി രാധാകൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച തൃപ്രയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിലുള്ള ഫർണിച്ചർ കടയിലെ നിർമ്മാണ പ്രവർത്തികൾക്കുള്ള സാധനങ്ങൾ പെരിങ്ങോട്ടുകര സ്വദേശി സായരാജും കൂടെയുള്ളവരും ചേർന്ന് ഇറക്കിയതാണ് പ്രകോപനമായത്. കൂടെയുണ്ടായിരുന്ന സബി എന്നയാളെ മുഖത്തടിച്ചതിനെ ചോദ്യം ചെയ്ത സായരാജിനെ പ്രതികൾ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയായിരുന്നു. അറസ്റ്റിലായ ഷിബു വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ വലപ്പാട് SI എബിൻ CN, പോലീസുകാരായ മനോജ് PU, പ്രണവ് MB, KM മുജീബ് എന്നിവരുമുണ്ടായിരുന്നു. എടമട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം 2ാം ദിവസത്തിൽ കിഴക്കേ ശാഖ ഗാനമേളയും സമാദരണ സദസ്സും നടത്തി. സമാദരണ സദസ്സിൽ കിഴക്കേ ശാഖ പരിധിയിൽ നിന്നും പൈലറ്റ് പഠനം കഴിഞ്ഞ് എയർ അറേബ്യ അബുദാബിയിൽ ഫെസ്റ്റ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീഹരി അജിത്തിനെ ശാഖ രക്ഷാധികാരി സദാനന്ദൻ അരയമ്പറമ്പിലും സംസ്ഥാന നിയമസഭ സംഘടിപ്പിച്ച പുസ്തകാസ്വാദനത്തിൽ 3ാം സ്ഥാനം നേടിയ ആദിലക്ഷ്മി സുമോദിന് ശാഖ പ്രസിഡന്റ് പ്രേമൻ ചെറിയാമ്പാടത്തും മൊമൻറ്റോകൾ നൽകി ആദരിച്ചു. തുടർന്ന് 2024 SLC ഹയർ സെക്കൻഡറി ഡിഗ്രി പരീക്ഷകളിൽ കിഴക്കേ ശാഖ പരിധിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോയും ക്യാഷ് പ്രൈസും നൽകുകയുണ്ടായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും CBSE സംസ്ഥാന സഹോദയ കലോത്സവത്തിലും വിവിധ ഇനങ്ങളിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടത്തിന് അംഗീകാരമായി മൊമൻറ്റോയും നൽകി. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, ശാഖാ സെക്രട്ടറി ജിനൻ വാഴപ്പുള്ളി, ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, സമാജം എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ സുമോദ് എരഞ്ഞെഴുത്ത്, സമാജം ഭാരവാഹികളായ സുനിൽകുമാർ അണക്കത്തിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ജിതേഷ് കാരയിൽ, ശാഖാ രക്ഷാധികാരികളായ പ്രദീപ് അരയമ്പറമ്പിൽ, അജിത് നടുപ്പറമ്പിൽ, ശാഖാ ഭാരവാഹികളായ സുരേന്ദ്രൻ, സുമേഷ്, ജിജിൻ, ശിവൻ, മുരളീധരൻ, രാജേന്ദ്രബാബു, ദിനേഷ്, ഗോപിനാഥൻ, ധനീഷ്, സനി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഗാനമേളയും നടന്നു. ദീപങ്ങൾ തിളങ്ങി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി
പെരിങ്ങോട്ടുകര കാനാടിമഠം തറവാട്ടിലെ തിറവെള്ളാട്ട മഹോത്സവം ഫെബ്രുവരി 8 ശനിയാഴ്ച മുതൽ 14 വെള്ളിയാഴ്ച വരെ ആഘോഷിക്കുമെന്ന് ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് KS സുജിത് ലാൽ, KV സൈലേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങോട്ടുകര കാനാടിമഠം തറവാട്ടിലെ തിറവെള്ളാട്ട് മഹോത്സവം ആണ് ഫെബ്രുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കാൻ നമ്മൾ കാനാടിമഠം CSM ട്രസ്റ്റിൻ്റെ വക തീരുമാനം വർഷം നടത്തി വരുന്ന പോലെ വളരെ ഗംഭീരമായി തന്നെ ഈ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 7-ന് ചെമ്മീൻ മ്യൂസിക്കൽ ബാൻഡും സീനിയേഴ്സ് ശിങ്കാരിമേളവും സംയുക്തമായി അവതരിപ്പിക്കുന്ന മെഗാ ഷോയോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. ഞായറാഴ്ച രാത്രി 7-ന് കാനാടിമഠം സൂര്യബ്രഹ്മ കലാക്ഷേത്രം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. തിങ്കളാഴ്ച താന്യം പഞ്ചായത്തിലെ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. തുടർന്ന് കാനാടിമഠം നടന സരോവരം വിദ്യാർത്ഥികളുടെ സംഗീത കച്ചേരിയും തദ്ദേശവാസികളുടെ കലാപരിപാടികളും നടക്കും. ചൊവ്വാഴ്ച ദേശവാസികളുടെ കലാപരിപാടികളും ബഡായി ബംഗ്ലാവ് ഫെയിം കോട്ടയം സ്റ്റാലിൻ അവതരിപ്പിക്കുന്ന ഫിഗർ ഷോയും നടക്കും. ബുധനാഴ്ച രാവിലെ 10-ന് ഡോക്ടർ ദിനേശ് കർത്ത ചാക്യാർകൂത്ത് അവതരിപ്പിക്കും. തിറവെള്ളാട്ട് മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്ന ഫെബ്രുവരി 13 വ്യാഴാഴ്ച തിറമണ്ണാർക്ക് വരവേൽപ്പ്, തിറമുഖത്ത് കളം, വൈകിട്ട് നിറമാല, പറ്റ്, കേളി, തായമ്പക എന്നിവയും വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും. തൃപ്രയാർ രമേശന്മാരാരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം, പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ ആൽത്തറമേളം, പാണ്ടിമേളം, പഞ്ചാരിമേളം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. മയൂര നൃത്തം, തെയ്യം, കാവടിയാട്ടം, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ 10-ന് മഹാരൂപക്കളം ആരംഭം, ഉച്ചയ്ക്ക് രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് മലനായാടിക്ക് കളം എന്നിവയും നടക്കും. തളിക്കുളം AMUP സ്കൂളിൽ പാരന്റിംഗ് മാറുന്ന കാലത്തെ മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, കുട്ടികൾ നേരിടുന്ന സ്വഭാവ, വൈകാരിക, മാനസികാരോഗ്യ പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ, കുട്ടികളുടെ പഠന നിലവാരം കുറയുന്നത് എന്തുകൊണ്ട്, കുട്ടികളുടെ കഴിവുകൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നീ വിഷയങ്ങളിൽ വടനപ്പള്ളി ഹാപ്പി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ MM ഹംസ ക്ലാസ് എടുത്തു. ഉഷ ടീച്ചർ, സ്കൂൾ മാനേജർ KV സിജിത്ത്, പ്രധാനാധ്യാപിക ഷീബ, PTA പ്രസിഡന്റ് സുകന്യ ഉവീഷ്, MPTA പ്രസിഡന്റ് റിസ്വാന ഫൈസൽ, ഫാത്തിമ മൊയ്തീൻ ഷാ, സൗമ്യ അനീഷ്, MV അഭിമന്യു, സീനത്ത് അഷറഫ് എന്നിവർ നേതൃത്വം നൽകി. സന്തോഷം മനോഹരമായി ചങ്ങമ്പുഴ വാഴക്കുല എന്ന കൃതിയിൽ ഇത് പറയുന്നുണ്ട്. തൻ്റെ വീട്ടുമുറ്റത്ത് ഭംഗിയായി വളർന്നു വരുന്ന ഒരു വാഴക്കുല ഇന്ന് വെട്ടാം, നാളെ വെട്ടാം, നാളെ കഴിഞ്ഞ് വെട്ടാം എന്ന് നോക്കിയിരിക്കുമ്പോൾ വളർന്നു മനോഹരമായ വാഴക്കുല തൻ്റെ യജമാനൻ അഥവാ തമ്പുരാൻ വന്ന് വെട്ടിക്കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന കുഞ്ഞുമക്കളുടെ സന്തോഷം പോലെയാണ്, സങ്കടം പോലെയാണ്. നമ്മുടെ മക്കൾ നമ്മൾ ഉദ്ദേശിക്കാത്തടത്തിലേക്ക് പോവുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്ക. കാവും കുട്ടയും ചുമന്ന് നടന്ന മത്സ്യവില്പന നടത്തുന്ന ഇബ്രാഹിമിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷനാണ് ഇതിന് വഴിയൊരുക്കിയത്. കയ്പമംഗലം കൂരിക്കുഴി പഞ്ഞമ്പള്ളി സ്വദേശി കുന്നുങ്ങൽ വീട്ടിൽ ഇബ്രാഹിമിനെയാണ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മിച്ച് നൽകിയത്. 3 പതിറ്റാണ്ടിലേറെ കാലമായി കാവും കുട്ടയും ചുമന്ന് കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഈ 68-കാരനെ കുറിച്ച് 6 മാസം മുമ്പാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും അന്തിയുറങ്ങിയിരുന്നത്. മത്സ്യവില്പന നടത്തി കിട്ടുന്ന പണമായിരുന്നു ജീവിത ചെലവിനുള്ള മാർഗം. സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 4 പെൺമക്കളെ ഇതിനിടയിൽ വിവാഹം ചെയ്തയച്ചു. മാധ്യമങ്ങളിലൂടെ ഇബ്രാഹിമിനെ കുറിച്ചറിഞ്ഞതോടെയാണ് KMPA വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2 കിടപ്പുമുറി, അടുക്കള, ഹാൾ, വരാന്ത, 2 ശുചിമുറി എന്നിവ ഉൾപ്പെടുന്നതാണ് വീട്. രാവിലെ നടന്ന ചടങ്ങിൽ
KMPA ഭാരവാഹികൾ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. KMPA ചെയർമാൻ PM ഷാവുൽ ഹമീദ്, കൺവീനർ TK ഉബൈദ്, ട്രഷറർ KK ഹംസ, മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സ്ഖാഫി, പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരങ്ങാട്ടിൽ, AA ഷാജി, KK സക്കരിയ, PN നസീർ, AM അബ്ദുള്ളക്കുട്ടി, TM റാഷിദ്, TK അലി, MM മുഹമ്മദ്, MB ഷാവുൽ ഹമീദ്, PK റാസിഖ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ഷമീർ തളിക്കുളം, എഞ്ചിനീയർ റഷീദ് പെരുന്തറ എന്നിവരെ ആദരിച്ചു. ഇടവേള. പെരുങ്ങോട്ടുകര കാനാടിമഠം തറവാട്ടിലെ തിറവള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കും. ഞായറാഴ്ച രാത്രി 7-ന് കാനാടിമഠം സൂര്യബ്രഹ്മ കലാക്ഷേത്രം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. തിങ്കളാഴ്ച താന്യം പഞ്ചായത്തിലെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. തുടർന്ന് കാനാടിമഠം നടന സരോവരം വിദ്യാർത്ഥികളുടെ സംഗീത കച്ചേരിയും തദ്ദേശവാസികളുടെ കലാപരിപാടികളും നടക്കും. ചൊവ്വാഴ്ച ദേശവാസികളുടെ കലാപരിപാടികളും ബഡായി ബംഗ്ലാവ് ഫെയിം കോട്ടയം സ്റ്റാലിൻ അവതരിപ്പിക്കുന്ന ഫിഗർ ഷോയും നടക്കും. ബുധനാഴ്ച രാവിലെ 10-ന് ഡോക്ടർ ദിനേശ് കർത്ത ചാക്യാർകൂത്ത് അവതരിപ്പിക്കും. തിറവള്ളാട്ട് മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്ന ഫെബ്രുവരി 13 വ്യാഴാഴ്ച തിറമണ്ണാർക്ക് വരവേൽപ്പ്, തിറമുഖത്ത് കളം, വൈകിട്ട് നിറമാല, പറ്റ്, തേളി, തായമ്പക എന്നിവയും വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും നടക്കും. തൃപ്പയാർ രമേശന്മാരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം, പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ ആൽത്തറമേളം, പാണ്ടിമേളം, പഞ്ചാരിമേളം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. മയൂരനൃത്തം, തെയ്യം, കാവടിയാട്ടം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 10-ന് മഹാരൂപക്കളം ആരംഭം, ഉച്ചയ്ക്ക് രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് മലനായാടിക്ക് കളം എന്നിവ നടക്കും. ഈ ധന്യ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിമഠം തറവാട് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചേറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. Manappuram Geeta Ravi Public School, the joy of learning. വാർത്തകൾ തുടരുന്നു. തൃപ്പയാർ വടക്കൂട്ട് രുദ്രമഹാകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, കലശപൂജ, പരിവാരങ്ങൾക്ക് കലശം, നാഗത്തിന് പാലും നൂറും, അന്നദാനം, ദീപാരാധന, ഭഗവതി സേവ, ഗുരുതി എന്നിവ നടന്നു. പ്രതിഷ്ഠാദിന തലേദിവസം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രം തന്ത്രി ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സുമേഷ് VS, സെക്രട്ടറി മനോജ് VG, ട്രഷറർ ബാബു VK എന്നിവർ നേതൃത്വം നൽകി.
ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ബുള്ളറ്റിലിടിച്ച് യുവതി മരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ ആഞ്ചാങ്ങാടി സ്വദേശി പുളിയനാർ പറമ്പിൽ മനേഷിന്റെ ഭാര്യ സുസ്മിതയാണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പടിഞ്ഞാറെ വെമ്പല്ലൂർ ചന്ദന സ്റ്റോപ്പിനടുത്തായിരുന്നു അപകടം. മകനുമൊത്ത് സുസ്മിത ബുള്ളറ്റിൽ പോകുന്നതിനിടെ ഇടറോഡിൽ നിന്ന് കയറിയ ഓട്ടോ ടാക്സി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകം പോലീസ് സ്ഥലത്തെത്തി. സ്കൂൾ വാർഷികാഘോഷത്തിനിടെ അന്യസംസ്ഥാന തൊഴിലാളി സ്കൂൾ കുട്ടികളെ ആക്രമിച്ചു. വെള്ളിയാഴ്ച രാത്രി 8-ന് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ വാർഷികാഘോഷത്തിനിടെയാണ് സംഭവമുണ്ടായത്. സ്റ്റേജിൽ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ ശുചിമുറിയിലേക്ക് പോയ 3 ആൺകുട്ടികൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ഏകദേശം 8 മണിയോട് അടുപ്പിച്ച് കുട്ടികൾ ടോയ്ലറ്റിൽ പോകുമായിരുന്നു. 2-3 ആൺകുട്ടികളാണ്. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അവിടെ മതിൽ ചാടി വന്ന് ടോയ്ലറ്റിന്റെ ബാക്കിൽ ഒരാൾ ഒളിച്ചു നിൽക്കുകയും നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കൈപിടിച്ച് വലിച്ച് കോളറിൽ പിടിച്ച് വലിച്ച് കുട്ടികളെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതുപോലെ വയറിൽ പിടിച്ച് അമർത്തുകയും കാലിൽ ചവിട്ടുക അങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. കുട്ടികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് രക്ഷിതാക്കളെ അറിയിക്കുകയും PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കുറച്ച് രക്ഷിതാക്കൾ അവിടേക്ക് തപ്പി അവനെ കണ്ടുപിടിച്ച് പോലീസിനെ നമ്മൾ വിളിച്ചറിയിച്ചു. പക്ഷെ പോലീസ് എത്തുമ്പോഴേക്കും അവൻ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ രക്ഷിതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, രക്ഷിതാക്കളൊക്കെ കൂടിയിരുന്നു. എല്ലാവരും കൂടിയാണ് ഇത് പരാതിയായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. തുടർ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം. കുട്ടികളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യമാണ്. ചെറിയ കുട്ടികളാണല്ലോ, നമ്മൾ കുട്ടികളെ ഏറ്റവും അധികം സുരക്ഷിതരായിട്ട് സൂക്ഷിക്കേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ചേർന്നിട്ടാണല്ലോ. അപ്പോൾ അവരുടെ ഒരു സംരക്ഷണ വലയത്തിൽ സ്കൂളിൻ്റെ അകത്തെങ്കിലും അവർക്ക് സുരക്ഷിതമായിട്ട് നടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. പ്രത്യേകിച്ച് ഗവൺമെൻറ് LP സ്കൂളാണ്. ആ ഒരു സ്ഥിതിയിൽ നിന്നൊരു മാറ്റം ഉണ്ടായപ്പോൾ അത് ഞങ്ങളധികം വളരെയധികം വിഷമിപ്പിച്ചു. എത്രയും വേഗം ഇതിനൊരു അടിയന്തരമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം. കോളറിലും കയ്യിലും പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് തടഞ്ഞ കുട്ടികളെ ഉപദ്രവിക്കുകയായിരുന്നു. പേടിച്ച 2 കുട്ടികൾ ഇയാളിൽ നിന്ന് കുതറി ഓടി വന്ന് രക്ഷിതാക്കളെ വിവരം അറിയിച്ചു. സ്കൂൾ അങ്കണത്തിൽ നിന്ന് തന്നെ രക്ഷിതാക്കൾ ഇയാളെ പിടികൂടി അന്തിക്കാട് പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപ് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്കൂളിന് സമീപത്തുള്ള ആക്രി സംഭരണ കേന്ദ്രത്തിൽ തൊഴിലെടുക്കുന്ന 15-കാരനാണ് ആക്രമണം നടത്തിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. സ്കൂളിലെ നിർമ്മാണ സാമഗ്രികളും കളിയോപകരണങ്ങളും പതിവായി മോഷണം പോകുന്നുണ്ട്. സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി ശുചിമുറികൾ വൃത്തികേടാക്കുന്നുണ്ടെന്നും സാമഗ്രികൾ നശിപ്പിക്കുന്നുണ്ടെന്നും പ്രധാനാധ്യാപിക KG ബിന്ദു അറിയിച്ചു. സ്കൂളിൽ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കുറേ നിർമ്മാണ സാമഗ്രികൾ, സ്ക്രാപ്പ് മെറ്റീരിയൽസ് ഒക്കെ വൻതോതിൽ ഇപ്പോൾ ഈ വർഷമാണ് ഇത് കണ്ടുവരുന്നത്. ഇങ്ങനെ വൻതോതിൽ മോഷണം പോകുന്നൊരു അവസ്ഥയും അതുപോലെ കുട്ടികളുടെ ടോയ്ലറ്റുകൾ രാത്രികാലങ്ങളിൽ ആരോ പുറമെന്ന് വന്ന് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയും ഇപ്പം ഉണ്ടാകുന്നുണ്ട്. ഈ വർഷമാണ് ഇത്. ഇത്രയും കാലം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഈ ഒരു വർഷമാണ് ഇപ്പം ഇങ്ങനെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. അനധികൃതമായി 60-ലേറെ അന്യസംസ്ഥാന തൊഴിലാളികൾ സമീപത്ത് താമസിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾക്ക് പല രീതിയിലുള്ള ഉപദ്രവങ്ങളുണ്ടെന്നും PTA പ്രസിഡന്റ് KR പ്രതീഷ് പറഞ്ഞു. ഇന്നലെ നമ്മുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആനിവേഴ്സറി നടക്കായിരുന്നു. അപ്പോൾ രാത്രി ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷം ഒരു ബംഗാളി വന്നിട്ട് നമ്മുടെ കുട്ടികളെ ആക്രമിക്കാനാണ് ഉണ്ടായത്. അപ്പോൾ കായികമായിട്ട് ആക്രമിക്കുന്ന ആൺകുട്ടികളാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണ് ആക്രമിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ നമ്മുടെ രക്ഷിതാക്കളെല്ലാവരും കൂട്ടം കൂടുകയും ഇവനെ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അവനവൻ്റെ താമസ സ്ഥലത്തേക്ക്, ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് കുറേ 60-ലധികം ബംഗാളികൾ താമസിക്കുന്നുണ്ട്. സ്ക്രാപ്പിൻ്റെ ബിസിനസ്സായിട്ടാണ് അവർ നടക്കുന്നത്. അവരെ കൊണ്ട് ഇപ്പോൾ നാട്ടുകാർക്കും വളരെ ഉപദ്രവമാണ്. എല്ലായിടത്തും കളവ് വളരെയധികം നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലെ സാമഗ്രികൾ കണ്ടമാനം അവർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കണ്ടമാനം നമ്മൾ ഇവിടേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുരങ്ങൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുമാതിരി കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചതൊക്കെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി. പിന്നെ ഗേറ്റിൻ്റെ സാധനങ്ങളൊക്കെ അവർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് വേറെ സ്ക്രാപ്പൊക്കെ കണ്ടമാനം കിടന്നിരുന്നു, അതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. പിന്നെ ടീച്ചറെ മൊബൈൽ ഫോൺ ഇവിടെ നിന്ന് ഒരു ദിവസം കളവ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരാതി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, മൊബൈൽ ഫോൺ പോയതിൻ്റെ. പിന്നെ നമ്മുടെ ബാത്റൂം വളരെയധികം വൃത്തികേടാക്കി പല പ്രാവശ്യം വെച്ചു. മലപ്പാട് ബീച്ച് ആരയംപറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നൃത്തസന്ധ്യ നടന്നു. വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് ദീപാരാധന, തുടർന്ന് കൊറ്റംകുളം മാധവ കലാക്ഷേത്രവും വലപ്പാട് ബീച്ച് ശ്രീനാരായണ സ്കൂൾ ഓഫ് മ്യൂസിക്കും ചേർന്നൊരുക്കിയ നൃത്തസന്ധ്യയും അരങ്ങേറി. ക്ഷേത്രം രക്ഷാധികാരി ഗിരിജ ശങ്കർ, പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, മാനേജർ ഷീജ ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 9-നാണ് ക്ഷേത്ര മഹോത്സവം.
ഭദ്രകാളി ജ്ഞാനേ സരസ്വതി ജ്ഞാനേ ലക്ഷ്മി ജ്ഞാനേ ഭദ്രകാളി ഉദരദോ ചാളൂർ കാട്ടുങ്ങൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും തോറ്റം മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, പൂമൂടൽ, നാഗങ്ങൾക്ക് നൂറും പാലും കൊടുക്കൽ എന്നിവ നടന്നു. തുടർന്ന് താലമേള വാദ്യാഘോഷത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രം തന്ത്രി എം.എൻ. നന്ദകുമാർ, ക്ഷേത്ര മേൽശാന്തി വി.എസ്. അമൽ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ മുഖ്യരക്ഷാധികാരി അശോകൻ, പ്രസിഡന്റ് ചന്ദ്രൻ, സെക്രട്ടറി ഗംഗാധരൻ, ഗജാഞ്ചി രഞ്ജൻ, രക്ഷാധികാരികളായ ശങ്കരൻ, അശോകൻ, ധർമ്മപാലൻ, ശ്രീനിവാസൻ, വത്സൻ, മാതൃസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ബേബി അശോകൻ, സെക്രട്ടറി സത്യ ധർമ്മപാലൻ, ഗജാഞ്ചി സരസ്വതി അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിൽ തൈപ്പൂയ ആറാട്ട മഹോത്സവത്തിന് കൊടിയേറി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി എൻ.വി. ബൈജുരാജ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. മുനമ്പം വേലുണ്ണിശാന്തി തൈപ്പൂയാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി.എസ്. ഗോപാലൻ, സെക്രട്ടറി ഷിനോദ് പി.കെ., ട്രഷറർ പി.ഡി. ശിവശങ്കരൻ, കെ.എ. ഗോപിനാഥൻ, എ.എസ്. ഉണ്ണികൃഷ്ണൻ, സന്ദേശ് ചുള്ളിപ്പറമ്പിൽ, മദനൻ ആറുകെട്ടി, മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ശനിയാഴ്ച സർഗ്ഗകലാ അക്കാദമി അവതരിപ്പിക്കുന്ന നൃത്തശില്പം, ഞായറാഴ്ച തിരുവനന്തപുരം സംസ്കൃതി അവതരിപ്പിക്കുന്ന നാടകം, നാളത്തെ കേരള എന്നിവ അരങ്ങേറും. തിങ്കളാഴ്ച വൈകിട്ട് പള്ളിവേട്ടയും മേഖലാ ആഘോഷങ്ങളും നടക്കും. ഫെബ്രുവരി 11 ചൊവ്വാഴ്ച തൈപ്പൂയ ദിനത്തിൽ രാവിലെ മുതൽ കാവടി ആഘോഷം, ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ്, വൈകിട്ട് ഭഗവാന്റെ ആറാട്ട്, തുടർന്ന് ഭസ്മകാവടിക്ക് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും.
വലപ്പാട് ചരുവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, ദീപാരാധന, ചുറ്റുവിളക്ക്, സുബ്രഹ്മണ്യ പൂജ, ഭുവനേശ്വരി പൂജ, സഹസ്രനാമ ജപം, ഭഗവതി സേവ, രാത്രി അത്താഴ പൂജ എന്നിവ നടന്നു. ക്ഷേത്രം ശാന്തിമാരായ അഭിറാം, ഷൈൻ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് CV കുട്ടൻ, സെക്രട്ടറി CB രാജീവ്, ട്രഷറർ പവിത്രൻ ആനവിഴുങ്ങി, ഭാരവാഹികളായ CG സുഭാഷ്, CK സദാശിവൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് രൂപക്കളങ്ങൾ നടന്നു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, മുത്തപ്പന്മാർക്ക് കളം, വൈകിട്ട് ദേവിക്ക് രൂപക്കളം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി അത്താഴ പൂജ എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി PS കിഷോർ, ട്രഷറർ കണ്ണൻ PS എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 10 ക്ഷേത്ര മഹോത്സവം. 3 ആനകളോടുകൂടി എഴുന്നള്ളിപ്പ് നടക്കും. തിരുവാണിക്കാവ് രാജഗോപാലൻ ദേവിയുടെ തിടമ്പേറ്റു. നന്ദുണിയെടുത്തു ഉൾമടിയിൽ വെച്ചു. നന്ദുണിയുടെ പേരെന്ത് ചോദിക്കുന്ന നേരത്ത് പേരാട്ടിൻ മണൽ പുറത്തു നിൽക്കുന്ന തുന്നിക്കൂവളം കടമുഴക്കി തട്ടിയിട്ടു. മഴുവാല വണ്ണം ചെത്തി ഉഴുവാല ഒഴുക്കൊഴിച്ചു. തള്ളയെന്നും പിള്ളയെന്നും 2 പുളിയാക്കി പൊളിച്ചു. കടക്ക് കാമദേവൻ, മുടിക്ക് മൂലദേവൻ, 11 പുരുഷൻ തകർവിൽ സരസ്വതിയുമിട്ടു. ഇടം കൈയെന്നും വലം കൈയെന്നും 2 കൈയും വെച്ചു. അന്നയെന്നും അനമ്പയെന്നും 2 ചരടും പിരിച്ചിട്ടു. നന്ദുണി മുറുക്കി ഉന്മടിയിൽ വെച്ചു. ഇടം കൈ കൊണ്ട് പൊത്തി വലം കൈ കൊണ്ട് തട്ടിത്തറി ഉണർത്തുന്ന ഒരു നേരത്ത് ഇലയില്ലാത്ത വൃക്ഷത്തുമ്മേൽ പക്ഷി ഭഗവാദികൾ ചേക്കളയ്ക്കുന്നത് പോലെയും. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മപരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രമേൽശാന്തി KR സന്തോഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചെമ്പോല സമർപ്പണം നടന്നു. കാരയിൽ ഭാസ്കരൻ ആദ്യ ചെമ്പോല സമർപ്പിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സമാജ ഭാരവാഹികളായ നളിനൻ മുല്ലങ്ങത്ത്, KK ബാബുരാജൻ, CP അനിൽ, ER ജോഷി, ER സുരേഷ് ബാബു, വേണുഗോപാൽ ഏറാട്ട്, KB അജയ് ഘോഷ്, CS ശിവദാസൻ, PK ചന്ദ്രബാബു, സന്തോഷ് കളാന്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച വൈകിട്ട് 5 ദേവിക്ക് ദേശപ്പൊങ്കാല, രാത്രി 7:30 നാടകം, ഫെബ്രുവരി 10 വൈകിട്ട് 6:30 ആധ്യാത്മിക പ്രഭാഷണം, വിളക്കെഴുന്നള്ളിപ്പ്, ഫെബ്രുവരി 11 രാവിലെ 10:30 പാൽക്കുടം വരവ്, വൈകിട്ട് 6:30 വിളക്കെഴുന്നള്ളിപ്പ്, ഫെബ്രുവരി 12 രാവിലെ 8 എഴുന്നള്ളിപ്പ്, 9 ആയില്യ പൂജ, പാലും നൂറും, 11 മണി മുതൽ അഭിഷേക കാവടി വരവ്, രാത്രി 11 ഭസ്മകാവടി വരവ്, ഫെബ്രുവരി 13 രാവിലെ 10 കാഴ്ചശീവേലി, വൈകിട്ട് 4:30 5 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം, 7 വിവിധ കലാപരിപാടികൾ, രാത്രി 10:30 രാത്രിപൂരം, ഫെബ്രുവരി 14 രാവിലെ 8 ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഇടവേള. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
Sparsha Ayurvedic Clinic and Ayurvedic Beauty Parlor near South Petrol Pump, Triprayar. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, പ്രസാദോട്ട്, വൈകിട്ട് 3 ഗജവീരന്മാരോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, പള്ളിവേട്ട എന്നിവ നടന്നു. ഗുരുപദം വിവേക് ശാന്തി, മേൽശാന്തി NS ജോഷി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം രക്ഷാധികാരികളായ ENK തിലകൻ, ഡോക്ടർ IB സുരേഷ് ബാബു, EK ജയതിലകൻ, EK രാമകൃഷ്ണൻ, ക്ഷേത്രം പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ENT സ്നിതീഷ്, ഭാരവാഹികളായ IR രാജു, പ്രദീപ് കുമാർ EN എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര പയ്യന്നൂർ ആമലത്ത് കുളങ്ങര ക്ഷേത്രത്തിലെ കാർത്തിക താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ ചെറുമുക്കുമന നാരായണൻ നമ്പൂതിരി, ഹരിദത്തൻ നമ്പൂതിരി, മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബ്രാഹ്മണിപ്പാട്ട്, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. എഴുന്നള്ളിപ്പിന് തൃപ്പയാർ രമേശന്മാരാരുടെ പഞ്ചവാദ്യവും തൃപ്പയാർ അനിയന്മാരാരുടെ മേളവും അകമ്പടിയായി. വൈകിട്ട് ദീപാരാധന, വിവിധ കലാപരിപാടികൾ, തായമ്പക, താലപ്പൊലി എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രോഹിണി വേലാഘോഷം നടന്നു. വലപ്പാട് ആനവിഴുങ്ങി ശ്രീ ഭഗവതി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, അന്നദാനം, പകൽപൂരം, ദീപാരാധന, തുടർന്ന് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, സഹസ്രനാമാർച്ചന, കേളികൊട്ട്, തായമ്പക, അത്താഴപൂജ, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ തന്ത്രി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ VS ബാലരാമൻ, സെക്രട്ടറി KV കണ്ണൻ, ട്രഷറർ KP രബിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
സമസ്ത പൊതുപരീക്ഷ നാട്ടിക ഡിവിഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുപരീക്ഷയുടെ നാട്ടിക ഡിവിഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃശൂർ, വാടനപ്പള്ളി, നാട്ടിക ഉൾക്കൊള്ളുന്നതാണ് ഡിവിഷൻ പരിധിയിലെ റേഞ്ചുകൾ. 68 മദ്രസകളിൽ നിന്ന് 5, 7, 10, 12 ക്ലാസുകളിലായി 69 സെന്ററുകളിൽ വെച്ച് 1276 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. 67 സൂപ്പർവൈസർമാർ നിശ്ചിത സെന്ററുകളിൽ പരീക്ഷ നടത്തിപ്പിന് നേതൃത്വം നൽകും. ഡിവിഷൻ കേന്ദ്രമായ വലപ്പാട് ബാബുൾ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിൽ വെച്ച് വിദ്യാഭ്യാസ ബോർഡ് സൂപ്രണ്ട് KP ഷംസുദ്ദീൻ ദാരിമി സൂപ്പർവൈസർമാർക്ക് പരിശീലനം നൽകുകയും പരീക്ഷാ സംബന്ധമായ സാമഗ്രികൾ വിതരണം ചെയ്യുകയും ചെയ്തു. നാട്ടിക റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സയ്യിദ് തഖിയുദ്ദീൻ യമാനി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റേഞ്ച് ജനറൽ സെക്രട്ടറി VP ഉസ്മാൻ വാഫി അധ്യക്ഷനായി. നാട്ടിക റേഞ്ച് സെക്രട്ടറി PP മുസ്തഫ മൗലവി ആമുഖ ഭാഷണം നടത്തി. വാടനപ്പള്ളി റേഞ്ച് സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഇസ്മയിൽ ഹസനി ചിയാരം, മുഹമ്മദ് ജാബിർ ബാഖവി, AA ജാഫർ മാസ്റ്റർ, നാട്ടിക റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി PH സൈനുദ്ദീൻ, PKK മൊയ്തീൻ സഖാഫി, NK സുബൈർ മുസ്ലിയാർ, KK മുഹമ്മദ് ദാരിമി, വലപ്പാട് പുത്തൻപള്ളി മഹല്ല സെക്രട്ടറി നസീർ എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അംഗങ്ങൾക്കായുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷനായി. അബ്ദുൾ ജബ്ബാർ, വർഗീസ് P ചാക്കോ, സുരാജ് PS, ഷീന വിവേകാനന്ദൻ, ആനി AR, പ്രവീൺജിത്ത് കൊണ്ട്രപ്പശ്ശേരി, പോൾ PO, ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് ജോസ്, CT സെബാസ്റ്റ്യൻ, ജോവി TD, ജോഷി നെല്ലിശ്ശേരി, ജെയ്സൺ EJ, വർഗീസ് കോടങ്ങത്ത്, ശരത് PS, KK സേവ്യർ, സുരേഷ് ബാബു, ബൈജു CJ എന്നിവർ നേതൃത്വം നൽകി. റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് ബിനു EB, സോണൽ മാനേജർ അതിഷ് CV എന്നിവർ പദ്ധതി വിശദീകരിച്ചു. സീനിയർ ഏരിയ മാനേജർ വിഷ്ണു പ്രസാദ് പദ്ധതി രേഖകൾ ഏറ്റുവാങ്ങി. പൊൻവെട്ടവുമായി സമാധാനത്തോടുകൂടി നമ്മളുണ്ട് കൂടെ, നമ്മൾ ഒരുമിച്ചാണ്. ഞങ്ങൾ എന്നൊരു വാക്കില്ല, നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് എന്ന് കൈനിറയെ പണം കൊടുത്തിട്ട് പറയുന്ന അനുഭവമാണ്. അതല്ലേ സംഘടന. അവർക്ക് എത്താൻ പറ്റില്ലേ? ദൈവത്തിന്റെ ഹിതമുള്ള രാജപാതയിലൂടെ ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. കൈകോർത്തിട്ടാണ്. വിനോദ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, ശരിയാണ്. പക്ഷെ അതിനൊപ്പം തന്നെയുള്ള പ്രവർത്തനങ്ങൾ ആര് നിർവഹിക്കുന്നു? ശ്രീമാൻ ജോമോൻ പള്ളിക്കുന്നത്തും വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ജബ്ബാർ സാഹിബിന്റെ ആളുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന സെൽഫ്ലെസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവസാനം എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് സംരക്ഷണം ഒരുക്കുന്നത്. നമുക്ക് തന്നെ സംരക്ഷണം ഒരുക്കുകയാണ്. ഇന്ന് നിങ്ങളാണെങ്കിൽ നാളെ ഞാൻ. ആർക്കും നിന്ന് മാറിക്കാൻ കഴിയില്ല. മരണമൊക്കെ നിതാന്തമായിട്ടുള്ള സത്യമല്ലേ. എടമുട്ടം മേസന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ 3ാം ദിവസം കഴിമ്പ്രം ശ്രീമുരുക ശാഖയുടെ നേതൃത്വത്തിൽ ആദരവ് ചടങ്ങും ഗാനമേളയും നടന്നു. ഗാനമേള ശ്രീമുരുക ശാഖയ്ക്കു വേണ്ടി സ്പോൺസർ ചെയ്തത് സൂരജ് സോമൻ വാഴപ്പള്ളിയാണ്. ഗാനമേളയോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് ആദരവ് നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ആദരവായി പെരിഞ്ഞനം ഹരിതം ഗ്രൂപ്പിന്റെ ബിന്ദു ഹരിദാസിനെ ആദരിച്ചു. ശാഖയുടെ മികച്ച പ്രവർത്തനത്തിന് സുരേഷ് പുല്ലാട്ടിനെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും കലാകായിക മേളകളിലും മികവ് തെളിയിച്ച ഘനശ്യാം KA, യാദവ് കൃഷ്ണ CR, ശ്രീലക്ഷ്മി PV, അഷ്ടമി സാരഥി, വൈഗ ഷിജോയ്, ശ്രേയ AA, ആർച്ച PS എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പരിപാടികൾക്ക് ശ്രീമുരുക ശാഖയുടെ ഭാരവാഹികളും മുഖ്യ പ്രവർത്തകരുമായ സുരേഷ് പുല്ലാട്ട്, മധു ശക്തിധര പണിക്കർ, ഷാജി ശാർക്കര, അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ഷിബു നെടിയിരിപ്പിൽ എന്നിവർ ചേർന്ന് നേതൃത്വം നൽകി. സമാജം പ്രസിഡന്റ് സുനിൽ അരയമ്പറമ്പിൽ, സെക്രട്ടറി സുനിൽ അണക്കത്തിൽ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വോയിസ് ഓഫ് തൃശൂർ KL 75ന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. കലാപരിപാടികൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ ഹരിതം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുടെ ഭാര്യ ബിന്ദു ഹരിദാസ് ശർക്കര കൊണ്ട് തുലാഭാരവും നാണയപ്പറയും സ്വാമിക്ക് ഉടയാടകളും സമർപ്പിച്ചു.
തൃത്തല്ലൂർ ചാളിപ്പാട്ട ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, പറനിറയ്ക്കൽ, അന്നപൂർണേശ്വരി ദേവിക്കും ദുർഗാദേവിക്കും കലശാഭിഷേകം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് തന്ത്രി ആലയിൽ കണ്ണൻ ശാന്തി, മേൽശാന്തി അരുൺ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടത്തിയ എഴുന്നള്ളിപ്പിന് 5 ഗജവീരന്മാർ അണിനിരന്നു. രാത്രിയിൽ പൂമൂടൽ, തുടർന്ന് മുത്തപ്പന വിശേഷാൽ കലശം, വടക്കൻ വാതിൽക്കൽ കർമ്മം, മഹാഗുരുതി പൂജ എന്നിവയും ഉണ്ടായിരുന്നു. മണലൂർ സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത ഉദ്ഘാടനം ചെയ്തു. അവര് എന്താണോ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതിന്റെ അഭ്യുദയകാംക്ഷികൾ, ഇതിന്റെ സ്ഥലവും സ്ഥാപനവും ഒക്കെ വിട്ടുകൊടുത്തുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഈ സ്ഥാപനം പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞു എന്ന് വളരെ നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഞാനത് പറയാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ ഇന്നെനിക്ക് തോന്നുന്നു സ്പെഷ്യൽ സ്കൂളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളായിട്ട് മാറുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ, മുൻപത്തെ ഗവൺമെന്റ്, ശ്രീമാൻ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഇങ്ങനെയുള്ള 33 സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് സ്ഥാപനങ്ങളായിട്ട് ഉയർത്തി. പക്ഷെ എന്തുകൊണ്ടോ ആ നിയമം ഇന്നിവിടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥാപനങ്ങളായിട്ടാണ് സ്പെഷ്യൽ സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് TR ജോയ് അധ്യക്ഷനായി. കുടുംബസംഗമത്തോടനുബന്ധിച്ച് ഒരുക്കിയ സ്റ്റാളിന്റെ ഉദ്ഘാടനം മരിയ പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ രശ്മി നിർവഹിച്ചു. സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച് വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അവാർഡ് ജേതാക്കളായ MP റോബിൻസൺ, KJ സോണിയ എന്നിവരെ ആദരിച്ചു. ചാരിറ്റി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻജോൺ സമ്മാനദാനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് C ഫസാനി CSC, സ്നേഹാരാം ചാരിറ്റബിൾ സൊസൈറ്റി മെമ്പർ ഡോക്ടർ ആന്റണി തോപ്പിൽ, വൊക്കേഷണൽ സെന്റർ PTA പ്രസിഡന്റ് TL ആന്റണി, MPTA പ്രസിഡന്റ് അമ്പിളി മോഹൻ, ഫിനാൻസ് ചെയർമാൻ അനിലൻ മാക്കോത്ത്, സ്റ്റാഫ് പ്രതിനിധി PA ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാഹ വാഗ്ദാനം ചെയ്ത യുവതിയെ പീഡിപ്പിച്ച പഴുവിൽ സ്വദേശി അറസ്റ്റിൽ. ബിജെപി തൃശൂർ ജില്ലാ നേതൃത്വ യോഗം തൃപ്രയാറിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിമഠം തറവാട്ടിലെ തിറവെള്ളാട്ട് മഹോത്സവം ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആഘോഷിക്കും. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.